RK Arts and Craftsന്റെ ട്രാവലിംഗ് ടു ആൻ ആർട്ടിസ്റ്റ് ഹോം എന്ന ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന കലാകാരൻ ചെട്ടിക്കാട് സ്വദേശിയായ ശ്രീ നിജോ എന്ന കലാകാരനാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വിഭാഗത്തിൽ തബല കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നിജോ തബലയാണ് അല്ലേ കൈകാര്യം ചെയ്യുന്നത്? തബലയാണ് വായിക്കുന്നത് ബേസിക്കലി. പിന്നെ 3 വർഷം തൃപ്പൂണിത്തുറ ആറളി കോളേജില് 3 വർഷം മൃദംഗം പഠിച്ചു മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് കണക്കും കാര്യങ്ങളും നമുക്ക് കിട്ടി, അതാണ് സംഭവം. പിന്നെ തബല പഠിച്ചത് പറവൂര് ദിലീപ് സാറിന്റെ അടുത്താണ്. ഗുരുനാഥൻ ദിലീപ് മാഷാണ് തുടങ്ങിയത്, മാഷിന്റെ അടുത്താണ്. പിന്നെ നമ്മൾ പരിപാടിക്കൊക്കെ വരുന്ന ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അവരോട് മനസ്സിലാക്കി അങ്ങനെ ഓരോ ഇതായിട്ട് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ പഠിച്ച് ഇപ്പൊ അത്യാവശ്യം പ്രോഗ്രാമിനും പോകുന്നുണ്ട്. ഇപ്പൊ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം കുറവാണ്, എന്നാലും കുഴപ്പമില്ല. എത്ര വർഷങ്ങളായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷമായി. കാരണം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആണ് മാഷിന്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം മലയങ്കരയിലുള്ള ഗിറ്റാർ വായിക്കുന്ന സുബ്രു ചേട്ടൻ, പുള്ളിക്കാരനാണ് അത്യാവശ്യം കൊയറിനൊക്കെ കൊണ്ടുപോയി തുടങ്ങിയത്. അതിന് കൊയറിന് പോയി കുറച്ച് കഴിഞ്ഞ് ഇവിടെ ചെട്ടിക്കാട് പള്ളിയിൽ വായിക്കാനായിട്ട് കിട്ടി. അപ്പൊ അവിടെ വെച്ചാണ് അവിടെ ഋതം വായിക്കുന്ന ജീവൻ എന്ന് പറഞ്ഞ ചേട്ടൻ, പുള്ളിക്കാരനാണ് ഗാനമേള ഫീൽഡിലേക്ക് പുള്ളിയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറെ ട്രൂപ്പുകളിൽ പോയി. അതെന്നാ ഒരു 99 മുതലൊക്കെ പ്രോഗ്രാം പോയി തുടങ്ങി. പ്രോഗ്രാം നമ്മുടെ ഈ നാട്ടിലൊക്കെ തന്നെയുള്ള ട്രൂപ്പുകളുണ്ടല്ലോ, അതിലൊക്കെയാണ് ചെയ്തത്. അങ്ങനെ ഗാനമേള തന്നെയായിരുന്നു മെയിനായിട്ട് പോയി. പിന്നെ ഇടയ്ക്ക് ഇപ്പൊ കുറെ നാളായിട്ട് ഫ്യൂഷനാണോ, അപ്പൊ ഫ്യൂഷനും കുറച്ച് അങ്ങനെ പോയിരുന്നു. ഇപ്പൊ പ്രോഗ്രാംസ് ആയി തുടങ്ങിയിട്ടുള്ളൂ. കൊയറിലുണ്ട്. കൊയറിൽ ഞാൻ പറഞ്ഞില്ലേ സുബ്രു ചേട്ടനാണ് കൊണ്ടുപോയത്. അങ്ങനെ പള്ളിപ്പുറം മിക്കവാറും എല്ലാ പള്ളികളിലും തന്നെ പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലുള്ളൊരു പഠനമാണ് തബലയിൽ ശരിക്കും വേണ്ടത്, ഒന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള ജനറേഷൻ തബല അല്ല വേറെ ഏത് ഇൻസ്ട്രുമെന്റെങ്കിലും പഠിക്കണമെങ്കിലും ഇന്റർനാഷണൽ ലെവൽ, അതായത് ഇപ്പൊ കാണുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലിൽ തന്നെ പഠിച്ചു പോകണം. നമ്മുടെ ഇവിടെ കിട്ടുന്ന പ്രോഗ്രാംസ് കൊണ്ട് നിൽക്കാം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പഠിക്കരുത്. ഒരു സാധനം നമ്മിപ്പോ ഈ തബല പഠിക്കും, തബലയുടെ A to Z കാര്യങ്ങൾ അറിഞ്ഞ് അത് അത്രയും പ്രാക്ടീസ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് പിന്നീട് ചാൻസുകൾ കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോ കുറച്ച് പഠിച്ച് പ്രോഗ്രാമിന് പോയി, എനിക്കൊക്കെ സംഭവിച്ചതാ. ശരിക്കും പറഞ്ഞാൽ അവരെല്ലാട്ടാ പറയുന്നത്. അതായത് നമ്മള് പഠിച്ച് നല്ലൊരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ശരിക്കും പ്രോഗ്രാംസിലോട്ട് ഇറങ്ങാൻ.
അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ നമ്മ പ്രോഗ്രാംസിന് ഇറങ്ങി പ്രോഗ്രാം ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ജീവിക്കാനുള്ളൊരു ഇത് കിട്ടൂല നമുക്ക്. പിന്നെ വേറെ എന്തെങ്കിലും തൊഴിൽ അന്വേഷിക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നില് നല്ല പ്രൊഫഷൻ എന്തെങ്കിലും വേറെ ജോലിയുടെ കൂടെ ഇത് നന്നായിട്ട് പഠിക്കാം. ഇതൊരു സൈഡായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പ്രോഗ്രാമിന് പോകും. അങ്ങനെയാണ്. അപ്പൊ പിന്നെ അത് മാത്രമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇപ്പൊ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടുത്തെ കലാകാരന്മാരിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള എനിക്ക് നിജമാണെന്ന് ആയിരിക്കുള്ളൂ. അപ്പോ ആ ഒരു ഇതില് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള പഠിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു വരുന്ന അവർക്ക് എന്താണ് പറയാനുള്ളത് അവരോട്? ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിപ്പോ എന്റെ അടുത്ത് വരുന്ന പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ തുടങ്ങി തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് അടുത്ത സ്റ്റേജ് പഠിക്കണം. ഇപ്പൊ എന്റെ അടുത്ത് ഇവിടത്തെ ഈ ചെട്ടിക്കാടാനുള്ള 1-2 പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് എന്റെ അടുത്ത് പഠിക്കണേലും നല്ലത് എന്റെ മാഷിനെ അടുത്ത് പഠിപ്പിക്കണം. കാരണം ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കഴിവാണ്. നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിലും അയാൾക്ക് പഠിപ്പിക്കാനൊരു ഇത് വേണം. ഒരു ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റി വേറെ ഉണ്ട്. അപ്പൊ ഇപ്പോൾ പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കാം. ശരിക്കും പരിപാടിക്ക് പോവണ്ട. ഞാൻ പറഞ്ഞത് തുടക്കക്കാര് പരിപാടിക്ക് പോകണ്ട, പഠിക്കണം. മാക്സിമം പഠിക്കാം. മാക്സിമം പഠിച്ച് നിങ്ങളുടെ കൈ റെഡി ആയിട്ട് നിങ്ങൾ പരിപാടിക്ക് പോയാൽ എടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ഇനിയിപ്പോ എനിക്കും അടുത്ത ലെവലിൽ പഠിക്കണമെന്നുണ്ട്. അപ്പൊ മാഷും പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ഓൺലൈൻ ക്ലാസ് പോലെ ഇപ്പൊ ഇങ്ങനെ കിട്ടുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ഇവിടുത്തെ ഒരു പൂന്തോട്ടവും അതിന്റെ ക്രമീകരിച്ചിരിക്കുന്ന ഭംഗിയും എല്ലാമാണ്. ഇതിന്റെ പുറകിൽ ആരാണ്? ഇതിന്റെ പുറകിൽ ഞാനല്ല, അതാണ് സത്യം. എന്ന് പറഞ്ഞാ ഇവിടെ ഞാൻ വെച്ചൊന്നുമില്ല, അതാണ് സത്യം. ഇത് അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഒക്കെ ഇങ്ങനെ വെക്കുന്നതാണ്. ഇത് ഒരു ട്രിപ്പ് കപ്പയായിരുന്നു വെച്ചോണ്ടിരുന്നത്. അത് പറിച്ച് അത് കുറച്ച് കുഴപ്പമുണ്ടായില്ല, കറിയൊക്കെ വെച്ച് തിന്നു ഞാൻ. ഇത് പിന്നെ അതിനുശേഷം വെച്ചതാണ്. അവിടെ പയറ് നട്ടിട്ടുണ്ട്, വെണ്ട വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ അല്ല, എല്ലാരും അമ്മിച്ചപ്പച്ചനും കൂടെ വെക്കണം. ഇത് പഞ്ചായത്തിൽ നിന്ന് ആ വിത്ത് കിട്ടുമല്ലോ ഇതൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇനി ഇതൊക്കെ ഇനി പൂവിട്ടിട്ട് വേണം. ഒരു ട്രിപ്പ് ഞങ്ങൾ വിളവെടുത്ത്, വെണ്ടക്കൊക്കെ വിളവെടുത്ത്. അപ്പുറത്ത് തക്കാളി ഉണ്ടായിരുന്നു, അതൊക്കെ വിളവെടുത്തു. അങ്ങനെ ഓരോന്നുണ്ടായി വരും, എടുത്തോണ്ട് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്നെ അറിയാവുന്ന എനിക്കറിയാം ഞാനിവിടെ ഒന്നും ചെയ്യില്ല. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ഇതില് അത് മടി ഇതില് മാത്രമല്ല, ശരിക്കും പഠിച്ചിരുന്ന കാലം തൊട്ട് തന്നെ എല്ലാത്തിലും ഉണ്ട് മടി. ഇപ്പൊ മാഷ് പറയും, ഈ കോളേജിലെ സാറന്മാര് പറയും, എല്ലാരും പറയും ഈ ഒരു കേസ്, അതെല്ലാവർക്കും അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തബലയ്ക്ക് തന്നെ 15,000 തുടങ്ങി
അങ്ങനെ പല റേഞ്ചിലുള്ള തബലയുണ്ട് സെറ്റ് വരുന്നത്. അപ്പൊ ഒരു നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം എന്തെങ്കിലും ജോലി മേടിക്കും, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കിയിട്ട് പഠിക്കണം, പിന്നെ നമുക്ക് അതിന്റെ വഴിക്ക് പോവാം. വാങ്ങിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കണം ഇനി വരുന്നവര് പഠിച്ചു വരേണ്ടത്. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. നിജോന്റെ കുടുംബവിശേഷങ്ങളും കൂടി ഒന്ന് പ്രേക്ഷകരെ ശരി പറയാം. എന്റെ കല്യാണം കഴിഞ്ഞാണ്. ഞാനും വൈഫും 2 കുട്ടികളും ഇവിടെ താമസിക്കുന്നത്. അത് ഞങ്ങളുടെ തറവാടാണ്. അവിടെ അപ്പച്ചനും അമ്മച്ചിയും അനിയത്തിയും ഉണ്ട്. അനിയൻ ഉണ്ട്, അവൻ പുറത്താണ്. അവന്റെ കല്യാണം കഴിഞ്ഞതാ. അവനും വൈഫും പുറത്താണ്. പിന്നെ എന്റെ വൈഫ് ഇവിടെ ഒരു ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് എറണാകുളത്ത്. മൂത്ത മകൻ ഇപ്പൊ 2ാം ക്ലാസ്സിൽ, ഇളയാളിപ്പോ 2.5 വയസ്സ്. ഇനിയിപ്പോ ഈ സെപ്റ്റംബറിൽ 3 വയസ്സാവും. അപ്പൊ അംഗൻവാടി ചേർക്കണം. അങ്ങനെയൊക്കെ നിൽക്കണം.